ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പീസും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരിക്കപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ആക്കട്ടോ. ജസ്റ്റ് എന്തെങ്കിലും സ്മൈലോ അങ്ങനെ എന്തെങ്കിലും കമൻറ്റെല്ലാം ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ വ്ളോഗ് കണ്ടോക്കാം. ഇതാ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതുണ്ടല്ലോ രാവിലെ ഒരു 6:15 ആ ഒരു ടൈമിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ എപ്പോൾ രാവിലെ തന്നെ നമ്മൾ കിച്ചണിലേക്കാണല്ലേ വരത്ത്. പക്ഷേ ഇന്ന് നേരെ കിച്ചണിലേക്കല്ല കേട്ടോ വന്നിട്ടുള്ളത്. നേരെ ഇന്ന് പുറത്തെല്ലാം പോകാനുണ്ട്. പുറത്ത് എടിയെല്ലാം മദ്രസയിൽ പോകണം കേട്ടോ രാവിലെ തന്നെ. കാര്യം ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ്. അപ്പം പിള്ളേർക്കെല്ലാം ഭയങ്കര മടിയല്ല, ഭയങ്കര മഴയും അതുപോലെ തന്നെ നല്ല ഇരുട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത് ആ ഒരു മഴയെല്ലാം ഉണ്ടായ ടൈമിൽ, കഴിഞ്ഞ ആഴ്ച ഏതോ ഒരു ടൈമിൽ നല്ല മഴയെല്ലാം ഉണ്ടായ ഒരു ടൈം, ആ ഒരു ദിവസമാണ് ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം നല്ല മഴയും രാവിലെ ആയിട്ടും ഒരു 6:30 6:45 ഭയങ്കര ഇരുട്ടാണ് കേട്ടോ ഈ ഒരു ടൈമെല്ലാം ഉള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം എന്തോ പോലെ ഒരു മോർണിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ ഒന്ന് മദ്രസയിലാക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. കാരണം എല്ലാവർക്കും കുടയും ഇല്ല, പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ടായിന്. അപ്പോൾ പിന്നെ ഏതായാലും മക്കളെല്ലാം ഒന്ന് സ്കൂൾ മദ്രസയിൽ കൊണ്ടാക്കാനായിട്ട് പോക്കാണ് കേട്ടോ. പറഞ്ഞാലുണ്ടല്ല, ഞാൻ ഏകദേശം ഒരു ടൈമിന് നമ്മളിങ്ങനെ കിച്ചണിലേക്കെല്ലാം കയറി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ലേ. പക്ഷേ ഇന്ന് കുറച്ച് ടൈം ഇങ്ങനെ പുറത്തേക്കെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഫാസ്റ്റിലാണ് കേട്ടോ ഇന്നത്തെ പരിപാടികളെല്ലാം ചെയ്യേണ്ടത്. കാരണം അത്യാവശ്യം കുറച്ച് ടൈമെല്ലാം ആയിട്ടുണ്ട്. പക്ഷേ ആ ഒരു നേരം വെളുത്ത പോലെ ഒരു ഫീലും ഇല്ല കേട്ടോ, ഫുള്ള് ഇരുട്ടായിട്ടാണുള്ളത്. അപ്പോൾ ഇത് തിരിച്ച് പെറുക്കെത്തി. അപ്പോൾ ഫസ്റ്റത്തെ പണി എന്ന് പറഞ്ഞാൽ ഗേറ്റ് അടക്കലാണ്. കാരണം ഇങ്ങോട്ട് നല്ല പട്ടീൻ്റെ ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഗേറ്റ് അങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചൊറയില്ലല്ലോ. അപ്പോൾ ഈ ഒരു ടൈമെല്ലാം കണ്ടാൽ നല്ല ഇരുട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം ഇങ്ങനത്തെ ഇങ്ങോട്ട് ഭാഗത്ത് കുറച്ച് മരവും ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഫുള്ള് ഇരുട്ടാണ് കേട്ടോ അതിൽ. അപ്പോൾ ഇടിയും ചെറിയൊരു ഗേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുറ്റത്തെ പണികളങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് ചിന്തിക്കണ്ടല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ഒരു സമാധാനമേ ഉണ്ടാവില്ല ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളില്ല ദിവസം നല്ല മഴയായിരിക്കും, പക്ഷേ സ്കൂളില്ലാത്ത ദിവസം മഴയേ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം സ്കൂളുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ തലേ ദിവസം മഴയൊന്നുമില്ല, ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഇങ്ങോട്ടെല്ലാം. അപ്പോൾ അന്നത്തെ ദിവസം സ്കൂൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അതെപ്പോൾ അങ്ങനെയാണ്, നമ്മളെ സ്കൂളില്ല ദിവസം ഭയങ്കര മഴയും ഇല്ലാത്ത ദിവസം നല്ല വെയിലായിരിക്കും. പക്ഷേ ചില നാട്ടിലെല്ലാം അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് അത്ര വലിയൊരു പറയേണ്ട ഒരു മഴയും ഇതൊന്നും പെയ്തിട്ടില്ല. ഈ ഒരു ഒറ്റ ദിവസമാണ് കേട്ടോ നല്ല ഈ ഒരു രീതിയിൽ മഴയെല്ലാം ഉണ്ടായത്. അങ്ങനെ ഇപ്പം ഇതാ നമ്മളെ പുറത്തുനിന്നെല്ലാം ഞാനിപ്പോൾ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒച്ചപ്പാടും ഇതെല്ലാം കേട്ടിട്ട് ഇവിടെ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, വേള ഉമ്മാൻ്റെ അടുത്ത് ആയിക്കഴിഞ്ഞാൽ അനങ്ങാതെ നിന്നോളും. പിന്നെ നമ്മളെ പണിയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇപ്പം ആൾ രാവിലെ എഴുന്നേക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ചെറിയ ബേബീസിൻ്റെ അവർ ഓരോരോ ഉറക്കശീലങ്ങളെല്ലാം പല രീതിയിലായിരിക്കും അല്ലേ ഉണ്ടാവൽ. അപ്പോൾ ഇപ്പം രാവിലെ എഴുന്നേക്കാനെല്ലാം തുടങ്ങലായി. അങ്ങനെ ഇപ്പം ഇതാ നമ്മൾ നേരെ കിച്ചണിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഡ്യൂട്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യലായി കേട്ടോ, കിച്ചൺ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മളെ ഫ്രിഡ്ജിലുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് പുറത്ത് വെക്കാനുണ്ട് കേട്ടോ. എനിക്കൊന്ന് കൂടുതലാൾ ഫ്രിഡ്ജും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം നമ്മളെന്തെങ്കിലും കട്ടാക്കിയ പീസും കാര്യങ്ങളെല്ലാം ബാക്കി ഇങ്ങനെ ഓരോന്നിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. എപ്പോഴും ഇങ്ങനെയല്ല, പക്ഷേ ചില സമയത്തെല്ലാം നമ്മളെ ഫ്രിഡ്ജും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാവൽ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കറിയും കാര്യങ്ങളും
കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനില്ല ഐറ്റംസ് എല്ലാം ഒന്ന് പുറത്ത് വെക്കലും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഇങ്ങനെ വൈകിട്ടാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം ഫാസ്റ്റിൽ ചെയ്യണം. അപ്പോൾ ഇന്ന് പത്തിലും പിന്നെ ഒരു കറിയും അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു സിമ്പിളായിട്ടുള്ള പത്തിൽ അതുപോലെ തന്നെ ചപ്പാത്തിനെല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇന്നാക്കുന്നത്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ള വെജീസും കാര്യങ്ങളെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. അപ്പോൾ അതിന് അങ്ങനെ കൂടുതലായിട്ടുള്ള ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ. ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി വേണ്ട കേട്ടോ അതിലേക്ക്. അപ്പോൾ ഇത് അതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കിച്ചണിൽ എത്ര ലേറ്റ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ ഈ ഒരു ചോപ്പർ. കാരണം നമ്മളെ കട്ടിങ് പണിയെല്ലാം വേഗത്തിൽ അങ്ങനെ തീരും കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും ഈ കട്ടിങ് മെയിനായിട്ടുള്ളൊരു പണിയാണ്. ഇങ്ങനത്തെ എന്ത് സാധനവും കട്ടാക്കാതെ നമുക്കൊന്നും ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോപ്പർ നല്ലൊരു ഹെൽപ്പാണ് കേട്ടോ ഈ ഒരു ചോപ്പർ. കാരണം നമുക്ക് വേഗം തന്നെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഇതിലങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊന്നും ആരും ചോദിക്കണ്ട കേട്ടോ. കാരണം ലിങ്കൊന്നുമില്ല, ഞാനിത് ഗൾഫിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് കുറേ കൊല്ലമായി, ഏകദേശം ഒരു 3-4 കൊല്ലമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചോപ്പർ. എൻ്റെ കയ്യിൽ ഏകദേശം ഇതിൻ്റെ ഇത് പോകാനായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യലാണ്. പിന്നെ ഇപ്പം ഇത് ആമസോൺ ഫ്ലിപ്കാർട്ടിലെല്ലാം ഉണ്ടെന്ന് തോന്നട്ടെ ഈ ഒരു ചോപ്പർ. ചെറിയൊരു റേറ്റാണ് കേട്ടോ ഇതിനുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് ഇത് വാങ്ങിച്ചിട്ടുള്ളത് 10 ദിർഹംസിനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ നാട്ടിലും ഏകദേശം നമ്മൾ ഇന്ത്യൻ മണിയും അത്രയും ഉണ്ടാവും എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല ഉപകാരമുള്ള സാധനമാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചോട്ടെ. നല്ല ഉപകാരം എന്ന് പറഞ്ഞാൽ കിച്ചണിൽ ഇത്രയും ഉപകാരമുള്ളൊരു സാധനം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ ഉള്ളിയെല്ലാം ഒന്ന് കട്ടാക്കി, അതുപോലെ തന്നെ തക്കാളിയും എല്ലാം ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ടാക്കി എടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ. പിന്നെ കുറച്ച് മല്ലിയില, പച്ചമുളക് അതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്ത് കുക്ക് ചെയ്യുമ്പോണ്ടല്ലോ ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാം ഒന്ന് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യൽ. അപ്പോൾ എനിക്ക് നല്ല വേഗം ഫാസ്റ്റിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തോന്നലുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് കട്ടാക്കി അതിളക്കി ഇപ്പുറത്തുനിന്ന് കട്ടാക്കി അങ്ങനെയും ചെയ്യലുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടിയും ഒരു ഈസി ആയിട്ട് തോന്നൽ നമ്മളിങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് കുക്കിംഗ് എല്ലാം ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന ഈ ഒരു കല്ലും എൻ്റെ ഒരു ഇതാണ് കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നൽ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കട്ടെ. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഉള്ളിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ ഉമ്മ പത്തിലെല്ലാം ഒന്ന് കുഴച്ചെടുക്കലാണ് കേട്ടോ. കാരണം ഞാൻ കറി ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ പത്തിലെല്ലാം ഒന്ന് കുഴച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണമല്ലോ. ആ ഒരു ഉണ്ട പോലെയെല്ലാം ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം ഫാസ്റ്റിൽ പത്തിലും അങ്ങനെ ചുട്ടെടുക്കലാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ലഞ്ച് അതെല്ലാം ഈ ഒരു പത്തിലും ഈ ഒരു കറിയും തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. കാരണം ഇന്നങ്ങനെ പ്രത്യേകിച്ച് ചോറും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ഉച്ചക്കേക്കും മക്കൾക്ക് ഇതന്നെയാണ് കേട്ടോ സ്കൂളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ തക്കാളിയല്ല ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. ഇനി തക്കാളിയും നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ ഏകദേശം നമ്മൾ ഈ ഒരു ഓയിൽ തന്നെ അത്യാവശ്യം നല്ല പോലെ ഒന്ന് വാടി നല്ല കുക്കായി വരണം കേട്ടോ ഈ ഒരു തക്കാളിയും ഉള്ളിയെല്ലാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. നമ്മൾ തക്കാളിയും ഉള്ളിയെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് കുക്കായി വരും. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ തക്കാളി ഉള്ളിയെല്ലാം നല്ല പോലെ ഒന്ന് കുക്കായി കിട്ടും.
ഇതാ നമ്മളെ തക്കാളി ഉള്ളിൽ നല്ല പോലെ ഒന്ന് വാടി നല്ല കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മളെ മുളകിൻ്റെ എല്ലാം ഒരു പച്ചമണെല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മളെ തേങ്ങയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങോട്ട് മെയിൻ പത്തില്, അതുപോലെ തന്നെ ദോശ, ചപ്പാത്തീൻ്റെയും അത്യാവശ്യം കൂട്ടി കഴിക്കട്ടെ, ചോറ് അങ്ങനത്തേൻ്റെ എല്ലാം കൂട്ടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങോട്ടിലൊരു ട്രഡീഷണൽ കറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തള വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിത് ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തേങ്ങ ജസ്റ്റ് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ടൊന്ന് പറിക്കലാണ്. കാരണം മഴയായതുകൊണ്ട് തന്നെ ഇങ്ങനെ മടിച്ച് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകല് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഇതാ ഞാൻ കറിവേപ്പിലയിലൊന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് ഇറങ്ങലാണ്. അപ്പോൾ നല്ല മഴയും, അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു മഴ ഉണ്ടല്ലോ, നമ്മൾ ആ ജൂൺ ജൂലൈയിലുള്ള ഒരു മഴയില്ലേ, അപ്പോൾ അതേപോലെയാണ് കേട്ടോ ഈ ഒരു ടൈമെല്ലാം ഇല്ലത്. അപ്പോൾ ഇതാ നമ്മൾ കറിവേപ്പിലയിലൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മഴയായാലും കുഴപ്പമില്ല, നമുക്ക് കറിവേപ്പില മസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ കറി ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പറിച്ചുകൊണ്ടുവന്ന ആ ഒരു കറിവേപ്പില അങ്ങ് ഫ്രഷോടെ അങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ മുട്ടയാണ്. അപ്പോൾ മുട്ട ഞാനിവിടെ ഒരു 3-4 മുട്ടയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയെല്ലാം ചേർക്കുന്ന ടൈമിലുണ്ടല്ലോ ഇതുപോലെ ബൗളിലാക്കിയിട്ട് ഓരോന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരിട്ട് കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തോടങ്ങാനായിട്ടുണ്ടെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബൗളിലെല്ലാം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇതാ ഞാൻ മുട്ടയെല്ലാം ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പത്തില്, ചപ്പാത്തി, ദോശ, അങ്ങനെ അപ്പം, അങ്ങനത്തെ അതിൻ്റെ എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലത്. അപ്പോൾ ഇത് നമ്മൾ ചിക്കനെല്ലാം ഇങ്ങനെ ചെയ്യലില്ലേ, ചിക്കൻ, ബീഫ്, മുട്ട, ഈ ഒരു 3 ഐറ്റംസും ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങും ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും ക്യാരറ്റെല്ലാം വെച്ചിട്ടും അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ, തേങ്ങയെല്ലാം ഇട്ടിട്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് മെയിനായിട്ട് ഇങ്ങനത്തെ എല്ലാം കറികളെല്ലാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സിമ്പിളായിട്ടില്ലാക്കുമ്പം ഇങ്ങനെയെല്ലാം ആക്കി ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ഇതാ മുട്ടയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി, ബാക്കിയില്ല ഒരു മല്ലിയില ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ തന്നെ വെക്കാട്ടോ. ഒരു മുട്ട ചേർത്ത പാടെ തന്നെ ഇളക്കണ്ട, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ആക്കാട്ടോ. അതിനുശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാട്ടോ. എന്താ പറയുക, മുട്ടയിൽ ഇങ്ങനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നില്ല, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുട്ടയെല്ലാം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതല്ലേ, അപ്പോൾ നമ്മളെ കറി പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഉണ്ടാക്കാൻ. നമുക്കിപ്പോൾ വേഗം ടൈമൊന്നും ഇല്ലെങ്കിൽ 2 മുട്ടയെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൽ തേങ്ങ, മല്ലിയില അതെല്ലാം മെയിനാണ് കേട്ടോ. മല്ലിയില നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കിട്ടൽ. പിന്നെ ഇതിൽ കുറേ മസാലപ്പൊടികളൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അഥവാ നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് വേണമെങ്കിൽ ചിക്കൻ മസാല അതെല്ലാം ചേർത്ത് കൊടുക്കുക. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളെ മല്ലിയില, അതുപോലെ തന്നെ എരിവിന് വേണമെങ്കിൽ കുരുമുളക് പൊടി അതെല്ലാം ചേർത്ത് കൊടുത്താൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് പത്തിലെല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പത്തിലെല്ലാം ഉമ്മ ബോൾസെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മ അവരെ ഫ്രഷ് ആക്കാനെല്ലാം പോയിട്ടുണ്ട് കേട്ടോ മക്കളെ.
ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പത്തിലെല്ലാം ഒന്ന് ചുട്ടെടുക്കലാണ്. പിന്നെ പത്തിലായതുകൊണ്ട് തന്നെ വേഗത്തിൽ ആകുന്നൊരു സാധനമാണല്ലോ പത്തിൽ. നമ്മളിങ്ങോട്ട് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും പത്തിലും അധികം എനിക്കൊന്ന് മിക്കവാറും രാവിലത്തെ അത് പത്തിൽ തന്നെയാണ് കേട്ടോ. അതിൽ കത്തൽ പത്തിൽ എന്നാണ് പറയൽ. അപ്പോൾ അതുപോലെ തന്നെ പത്തിൽ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ രാവിലത്തെ കത്തലാക്കലും പണികളെല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില ആൾക്കൊന്നും ഈ കത്തലെന്ന് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. അപ്പോൾ കത്തലെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കത്തലെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അതെല്ലാം ആ പണികളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം അവരതിൻ്റെ ഇടയിലായിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വേഗം അവരെ എന്താണ് ടിഫിൻ ബോക്സ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ഇവർക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിടുന്നതും. അപ്പം എന്താണ് ഒരാൾക്ക് അങ്ങനെ തന്നെ കൊടുക്കും, ചെറിയ ആൾക്ക് പിന്നെ ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ കൊടുക്കൽ. അപ്പോൾ അങ്ങനെ ആകുമ്പം വേഗം എടുത്ത് കഴിക്കാമല്ലോ. അല്ലെങ്കിൽ ചെറിയ മക്കൾക്കെല്ലാം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനെല്ലാം ഭയങ്കര ഒരു പണിയാണ്. അപ്പോൾ ഇത് അതെല്ലാം ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ഈ ഒരു കോമ്പിനേഷനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം സിമ്പിളല്ലേ, നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കുണ്ടല്ല നമ്മൾ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഫുള്ളൊരു ബിസി ആയിട്ടായിരുന്നു കേട്ടോ രാവിലെ ഉണ്ടായത്. കാരണം ഒന്നിനും ടൈമേ ഇല്ല, എല്ലാം ഇങ്ങനെ ഫാസ്റ്റിൽ ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാം ചടപടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇല്ലത്. കാരണം ഒന്നാമത് ഇന്ന് എന്തായാലും ബസ് എന്തായാലും കിട്ടൂല, കാരണം അത്യാവശ്യം വൈകിട്ടുമുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണ് മഴയല്ലല്ലേ, അപ്പം മഴയാകുമ്പം നമുക്കും അങ്ങനെയല്ലേ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പോകാനുള്ള ഒരു മടിയല്ലേ. അപ്പം ഇവർക്ക് മടിയൊന്നുമില്ല, പക്ഷെ ഞാൻ വിചാരിച്ച് ചെറിയ ആൾക്ക് ചെറിയ ജലദോഷവും പനി പോലെയെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഈ മഴയത്തും കൂടി അയച്ചു കഴിഞ്ഞാൽ എന്തായാലും മഴയെല്ലാം നനഞ്ഞ് ബസ്സെല്ലാം ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് പോകണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്താലും ഞാൻ കൊണ്ടാക്കാമെന്നാണ് കേട്ടോ ഉള്ളത്. പിന്നെ എനിക്കും എന്തോ പോലെ മഴയത്ത് ഇവർ പോകുന്ന കാണുമ്പം എന്തോ പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്താലും കൊണ്ടാക്കാമല്ലോ. അപ്പോൾ കൊണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, കാരണം എല്ലാം സമാധാനത്തിലാക്കിയാൽ മതിയല്ലോ. പക്ഷേ ഉണ്ടല്ലോ ഈ കൊണ്ടാക്കുന്ന ദിവസം പിന്നെയും അങ്ങ് വൈകും. ഇല്ലെങ്കിൽ നമ്മൾ ബസ്സിനെല്ലാം പോകുന്നതാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ, കാരണം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഓടിപ്പടിച്ചെല്ലാം റെഡിയാക്കുമല്ലോ. പക്ഷേ ഞാൻ കൊണ്ടാക്കുന്ന ദിവസം എല്ലാം ആടിപ്പാടി ഞാൻ വിചാരിക്കും കുറച്ച് എതിറ്റേലും പോകണ്ടു പിന്നെല്ലാം പോകണ്ടോ എന്നുള്ള രീതിയിൽ ഞാനും സ്ലോ ആവും, മക്കളും സ്ലോ ആവും. പിന്നെ നമ്മൾ സ്ലോ ആകുന്നതിനനുസരിച്ചിട്ട് അവരും അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവല്. അപ്പോൾ ഇതാ അവരെല്ലാം റെഡിയായി ഇനിയിപ്പോൾ നമ്മൾ പോക്കാന്ന് കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ ആയിഷു ഇവിടെ ഇങ്ങനെ ടാറ്റ ബൈ ബൈ എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആദ്യം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പക്ഷെ ഓളെ റെഡിയാക്കാനോ ഓളെ കൂട്ടാനോ ഒന്നും ഇല്ലൊരു ടൈമേ ഇല്ല. അപ്പോൾ ഓള് പിന്നെ ലാസ്റ്റ് ടാറ്റയെല്ലാം പറഞ്ഞ് ഓളൊന്ന് ഷോപ്പിംഗ് ആക്കിയ പിന്നെ ഓള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരെ സ്കൂളിലേക്ക് പോക്കാന്ന്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം നല്ല മഴയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ടൗൺ എത്താനായ ടൈമിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ടായിന്. പിന്നെ അങ്ങനെ എന്താണ് ഈ ഒരു ടൈം ഏകദേശം 9 മണിയായിട്ടുണ്ടായിന് കേട്ടോ. പക്ഷേ ഈ ഒരു ടൈമൊന്നും അങ്ങനെ വലിയ വണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടാ. ഞാൻ വിചാരിച്ച് മഴയിലായതുകൊണ്ട് രാവിലെ സ്കൂളും ഇതെല്ലാം ഉണ്ട് നല്ല റഷായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ വലിയ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ സ്കൂളിലെല്ലാം എത്തിയിട്ടുണ്ടായിന്. സ്കൂളെത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയാണ് കേട്ടോ. കാരണം ഹംദാന് ഫാസ്റ്റിൽ നടക്കണം കേട്ടോ എൻ്റെ ക്ലാസ്സിലേക്ക്. എന്നെ കൂട്ടുകയേ ചെയ്യില്ല. ഞാനിങ്ങനെ മെല്ലെ വണ്ടി ഡോറ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഓൻ ഇറങ്ങി വേഗം എൻ്റെ ബാഗും ഇതെല്ലാം എടുത്തിട്ട് അങ്ങ് പോക്കാന്ന്. ഇപ്പം മാഷാ അല്ലാ നല്ല മടിയൊന്നുമില്ല കേട്ടോ, നല്ല ഇൻട്രസ്റ്റാണ് സ്കൂൾ പോകാനായിട്ട്. ഫസ്റ്റ് ടൈമെല്ലാം ഭയങ്കര മടിയായിരുന്നു. സ്കൂൾ പോകില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. പക്ഷെ എന്നാലും പോകും കേട്ടോ. പിന്നെ റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ പോകണം, അങ്ങനത്തെ എല്ലാം ഒരു മൈൻഡാണ് അവൻ്റെ. അപ്പോൾ ഇതാ വേഗം തന്നെ അങ്ങനെ സ്കൂളെത്തി.
എത്തി. പിന്നെ അവനെ ക്ലാസ്സിലെല്ലാം ആക്കി ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ ഈ മഴയും ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ആ ഒരു സ്കൂൾ ലൈഫെല്ലാം ഓർമ്മ വരുത്താതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കളെ സ്കൂളിൽ ഇങ്ങനെ കൊണ്ടാക്കാനെല്ലാം നല്ലൊരു ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴൊന്നും നമുക്ക് നടക്കൂലല്ലോ ഇങ്ങനെ കൊണ്ടാക്കലെല്ലാം. ഒരു പണി തന്നെയല്ലേ, രാവിലെ റെഡിയാക്കി പിന്നെ നമുക്കും നമ്മളെ പണിയും നടക്കൂല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മക്കളെ സ്കൂളിലാക്കാനും ഇതെല്ലാം. എനിക്ക് ഇഷ്ടമില്ല ചില കാര്യങ്ങളിലെല്ലാം ഒന്നാമത്. അങ്ങനെ ഇപ്പം ഇനി തിരിച്ച് പോക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു ടൈമിനും മഴ കുറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസം മാത്രമാണ് കേട്ടോ നമ്മളിങ്ങോട്ട് മഴയുണ്ടായത്. ഇത്ര നല്ല മഴ പക്ഷെ അന്നത്തെ ദിവസം തന്നെ നമുക്കിവിടെ സ്കൂളും ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ഒരക്കെത്തി. അപ്പോൾ ഫാത്തിമാനെ ഉമ്മ ഫ്രഷ് ആക്കിയിട്ടെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുക, ഓളൊന്ന് റെഡിയാക്കിയിട്ടോളം ഉറക്കൽ, അങ്ങനെയെല്ലാം കേട്ടോ ഇന്നത്തെ പരിപാടിയെല്ലാം ഉള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല നല്ല വീഡിയോസും റെസിപ്പീസ് എല്ലാം ആയിട്ട് വരാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അതിലത് വലിയ കാര്യമായിട്ടൊന്നും ഇതിൽ കാണിക്കാനൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ റെസിപ്പീസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം.